രണ്ടാമൂഴം സിനിമയെ കാണണമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാതെ എം.ഡി യാത്രയായി. എം.ഡി സ്വന്തം കൈപ്പടയിൽ എഴുതിയ തിരക്കഥ സിനിമയാക്കാൻ പ്രമുഖ സംവിധായകരടക്കം പലതവണ സമീപിച്ചെങ്കിലും ആ സിനിമാ ചർച്ചകളെല്ലാം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോഴിതാ ചിത്രം ഉടൻ വെള്ളിത്തിരയിലേക്ക് എത്തുമെന്ന് നേരത്തെ എം.ഡിയുടെ മകൾ അശ്വതി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ സിനിമയിൽ ആര് സംവിധാനം ചെയ്യുമെന്നുള്ള ചർച്ച സജീവമായിരിക്കുകയാണ്. സിനിമയുടെ സംവിധായകനായി ഋഷഭ് ഷെട്ടി എത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് വിവരം. എം.ഡിയുടെ താൽപര്യപ്രകാരം 2 ഭാഗങ്ങളായി തന്നെ ചിത്രം ഒരുങ്ങുമെന്നും പറയപ്പെടുന്നു. നേരത്തെ മണിരത്നം ചിത്രം സംവിധാനം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 6 മാസത്തോളം മണിരത്നത്തിനു വേണ്ടി എം.ഡി കാത്തിരിക്കുകയും ചെയ്തു. എന്നാൽ ഇത്രയും വലിയ ക്യാൻവാസിൽ ഈ സിനിമ ചെയ്യാൻ തനിക്ക് കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് പറഞ്ഞ് മണിരത്നം പിന്നീട് പിന്മാറുകയായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഋഷഭ് ഷെട്ടിയുടെ പേര് നിർദ്ദേശിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഋഷഭ് ഷെട്ടി എം.ഡിയുമായി ചർച്ച നടത്താൻ കോഴിക്കോട്ട് വരാനിരിക്കുമ്പോഴാണ് 5 മാസം മുമ്പ് എം.ഡിയുടെ ആദ്യം ആശുപത്രിയിൽ പ്രവേശിച്ചത്. പിന്നീട് രോഗം ഏറിയും കുറഞ്ഞും ഇരുന്നതിനാൽ കൂടിക്കാഴ്ച നടക്കാതെ പോയി. പാൻ ഇന്ത്യൻ സിനിമയായി വിവിധ ഭാഷകളിൽ റിലീസ് ചെയ്യാൻ കഴിയുന്ന സംവിധായകനെന്ന നിലയിലാണ് എം.ഡിയുടെ കുടുംബം ഋഷഭിനെ പരിഗണിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം 2026-ൽ ഉണ്ടാകും. ചിത്രത്തിൽ വലിയ താരനിര ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഹരിഹരനെയായിരുന്നു സംവിധായകനായി ആദ്യം എം.ഡിയുടെ മനസ്സിൽ കണ്ടത്. സംവിധായകൻ ശ്രീകുമാർ മേനോൻ കരാറിൽ ഒപ്പിട്ടെങ്കിലും നിർമ്മാണം തുടങ്ങാൻ നീണ്ടുപോയതിനെ തുടർന്ന് എം.ഡി നിയമ നടപടികളിൽ കരാറിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. അപ്പോൾ ഭീമനായി മോഹൻലാലിന്റെ പേര് പറഞ്ഞുകേട്ടിരുന്നു. എന്നാൽ മോഹൻലാലിന് പകരം ഈ വേഷം ഋഷഭ് തന്നെ ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സംവിധായകൻ മാത്രമല്ല, തെന്നിന്ത്യയിലെ പ്രമുഖ നിർമ്മാതാക്കളും രണ്ടാമൂഴം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നതുകൊണ്ട് തന്നെ സിനിമ അധികം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം.